നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ചിന്തയിലേക്ക് വരിക. ഇന്ന് ഞാൻ ഈ മെസ്സേജിന് പേരിട്ടിരിക്കുന്ന ഐ വിൽ കൗൺസിൽ യു വിത്ത് മൈ ഐ. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത്. സോ കുറച്ച് മനോഹരമായൊരു ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആ വാക്യത്തിലേക്ക് ഒന്ന് വരാൻ നമുക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വായിക്കാം ഒരാൾക്ക്. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനമാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്കുകൾ. ഒന്ന്, മാനസാന്തരപ്പെടുക, ദൈവത്തെങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങൾ, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, ശിക്ഷാവിധി. ഇതെല്ലാം അടിസ്ഥാന ഉപദേശങ്ങളാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ദൈവദിനത്തിൻ്റെ ആദ്യ ഉപദേശങ്ങളാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ആദ്യ ഉപദേശങ്ങൾ ആവശ്യമല്ലേ? ഇപ്പം നമ്മുടെ ചർച്ചിനകത്ത് ആദ്യമായി വന്ന ആൾക്ക് ആദ്യ ഉപദേശങ്ങൾ ആവശ്യമാണ്. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആളുകളെ കണ്ട് സംസാരിക്കുകയും പിന്നീട് അവരെ ആ മേഖലയിൽ വളർത്തിയെടുക്കുകയോ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. Therefore let us leave the elementary doctrines of Christ and go on to maturity. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് പോകണം? മെച്യൂരിറ്റിയിലേക്ക് പോകണം. ഏത് വിട്ടിട്ട്? ഈ അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ടിട്ട്. ഉപേക്ഷിച്ചിട്ടല്ല, വിട്ടിട്ട്. എന്തുകൊണ്ടാണ് വിട്ടിട്ടെന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ളതാണ്. പക്ഷേ നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്ന് അടുത്തതെന്തോ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അടുത്തതെന്തുമായിരിക്കും? ഇതിനൊക്കെ വലുതെന്തുവാ? നിത്യശിക്ഷാവിധി, ഉയർപ്പ്, അതിനൊക്കെ വലിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാലേ നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വരത്തുള്ളൂ, വളർച്ചയിലേക്ക് വരത്തുള്ളൂ. മാനസാന്തരം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സഭ വളരത്തില്ല. ശിക്ഷാവിധി മാത്രം പ്രസംഗിക്കുന്ന സഭ വളരത്തില്ല. കാരണം അവർ മെച്യൂരിറ്റിയിലേക്ക് എത്തത്തില്ല. ഈ മെച്യൂരിറ്റിക്ക് എത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നമുള്ളത്? ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച 2-3 വാക്യം കൂടെ വായിക്കുക. അതുകൊണ്ട് പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ പറഞ്ഞത് 4-ാം അധ്യായം 1-ാം വാക്യം, അവകാശി സകലത്തിന് യജമാനനാണ്, പക്ഷേ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ ദാസത്വം നിന്ന് മാറുക അല്ലെങ്കിൽ ശിശുത്വത്തിൽ നിന്ന് മാറുക എങ്കിൽ മാത്രമേ അവകാശിയാകത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ അവകാശി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഇവിടെ വന്നപ്പോൾ ഒരു സൗഖ്യം കിട്ടി, ഒരു ഡെലിവറൻസ് ഉണ്ടായി, ഒരു അത്ഭുതം ഉണ്ടായി, അതാണ് അവകാശി എന്ന് വിചാരിക്കുന്നത്. അതല്ല. അതിനപ്പുറത്തൊരു ആത്മീയ അനുഭവമുണ്ട്. അനുഗ്രഹത്തിൽ നടക്കുക, സൗഖ്യത്തിൽ നടക്കുക, അത്ഭുതത്തിൽ നടക്കുക, വിശുദ്ധിയിൽ നടക്കുക, കൃപാവരങ്ങളിൽ നടക്കുക. ആ നിലവാരത്തിലേക്ക്, ആ വാഗ്ദത്തങ്ങൾക്കകത്ത് നടക്കുന്ന നിലവാരത്തിലേക്ക് വളരണം. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്കൊരു വീട് കിട്ടി, ഒരു കാറ് കിട്ടി, അതൊന്നും അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അതിനേക്കാളെല്ലാം അപ്പുറത്താണ് മെച്യൂരിറ്റിയിലേക്ക് വളർന്ന ദൈവം വാഗ്ദത്തങ്ങൾ തരുവാനിടയാകും. പക്ഷെ നമ്മൾ സ്വയം നോക്കിക്കുക, നിങ്ങളിപ്പോഴും എങ്ങനെയാ? വിശ്വാസത്തിൽ വന്ന അതേ സ്ഥിതിയിൽ ഇരിക്കുവാണോ? വിശ്വാസത്തിൽ വന്ന അതേ സ്ഥിതിയിൽ ഇരിക്കുവാണോ? നിങ്ങളെന്നൊന്നും മിണ്ടാത്ത, ഒരു ഹല്ലേലൂയ പറയാത്ത, ഇപ്പോഴും ദൈവമേ എത്ര നാളായിട്ട് വരുന്നു, എന്നിട്ട് എനിക്ക് എന്തായി മാറ്റമില്ലാത്തെന്ന് ചിന്തിക്കുന്നയാളാണോ? എന്താ എൻ്റെ വീട്ടിലെ സ്ഥിതികൾ മാറുന്നില്ല എന്ന് ചിന്തിക്കുന്നയാളാണോ? സീരിയസ്ലി, നിങ്ങളുടെ വീട്ടിലെ ചിലർ ഇനി മനം തിരിയാനുണ്ട്, അത് കാരണം ഞാൻ എന്താ ദൈവമേ എന്താ എങ്ങനെയാകുന്നതെന്ന് ചിന്തിക്കുന്നയാളാണോ? നിങ്ങളാണ് വളരേണ്ടത്, മറ്റൊരല്ല. നിങ്ങൾ വളരാൻ തുടങ്ങിയ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാം നിങ്ങളുടെ ഭാഗത്ത് വരിക എന്നുള്ളത്. നിങ്ങൾ വളർന്നാൽ മതി. ഈ വളർന്നു എങ്ങനെ നമുക്ക് വളരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഞാൻ വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. എന്ന് നാം അറിയുന്നു. എല്ലാവരും പറഞ്ഞു, എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐഡോ എന്നൊരു വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും
ഐഡോ എന്ന് പറഞ്ഞാൽ അവയർനെസ് എന്ന ബോധം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം അത് നന്മയ്ക്കായി തീരുമെന്ന് അകത്തും മനസ്സിലാകും. Yes. Amen. Hallelujah. Can I go a little deeper? കുറച്ചും കൂടി ഉള്ളിൽ പോട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ആമേൻ പറയാം. ഇപ്പോഴുള്ള എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ നന്മയ്ക്കായി തീരുമെന്ന് എൻ്റെ അകത്ത് മനസ്സിലാകും. അയ്യോ ദൈവമേ എന്താ പ്രശ്നം തീരാത്തതെന്ന് ചോദിക്കുന്നവരല്ല. അല്ല. എന്താ എൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കാത്തതെന്ന് ചോദിക്കുന്നവരല്ല. എത്ര നാളായിട്ട് ഞാൻ വരുന്നു കർത്താവ്, ഇതെന്താ? രാത്രി ഉറങ്ങാതെ പ്രശ്നങ്ങളെ ആലോചിച്ചിരിക്കുന്നവരല്ല. അതല്ല. ബ്രദറെ ഞാൻ 7 ആഴ്ചയായി വരുന്നു, എൻ്റെ നടുവേന ഇപ്പോഴും മാറിയിട്ടില്ല, ബ്രദർ ഒന്ന് കൈവയ്ക്കെന്ന് പറയുന്നവരല്ല. അല്ല, പകരം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളുടെ അവസാനം എൻ്റെ അകത്ത് മനസ്സിലാകുന്നവർ. ഞാനൊരു പ്രവചിച്ച് പറയട്ടെ, നിങ്ങളിൽ ചിലരെ ആ വിധത്തിൽ എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങുകയാണ്. ഈ പൗലോ ഇറ്റ്സ് എ വണ്ടർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. യോഹന്നാൻ പറയുവാ, ആത്മീയൻ സകലത്തെ അറിയുന്നു. സകലത നമ്മൾ അറിയാൻ തുടങ്ങും, സകലത മനസ്സിലാക്കാൻ തുടങ്ങും. എനിക്ക് നാളെ കുറിച്ച് ടെൻഷൻ വരത്തില്ല, കാരണം ഇപ്പൊ ഒന്നും ഇല്ലെങ്കിലും നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയാം. സത്യത്തിൽ അതൊരു ഉയർന്ന ജീവിതമല്ല, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ ജീവിതമാണ്. നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേണം കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞേ, നിർണയപ്രകാരം വിളിക്കപ്പെടുക. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഡു യു നോ യുവർ കോളിംഗ്? ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ തലയിൽ നിന്ന് പോകരുത്. നിങ്ങളുടെ കോളിംഗ് നിങ്ങൾ അറിയാൻ തുടങ്ങിയ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുസൃതമായി ചലിക്കാൻ തുടങ്ങും. In another word, your whole universe will support your calling. ഈ ലോകം മുഴുവനും നിന്റെ വിളിയെ സപ്പോർട്ട് ചെയ്യാനായി തുടങ്ങും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഈ മോശയ്ക്ക് തന്നെ യേശു കർത്താവ് വെള്ളത്തിന്മേൽ നടന്നത് അതൊരു ശുശ്രൂഷ ആയതുകൊണ്ടല്ല, അതവന്റെ വിളി ആയതുകൊണ്ടാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. മോശ കടലിനെ വിഭാഗിച്ചത് അതവന്റെ ശുശ്രൂഷ ആയതുകൊണ്ടല്ല, അതവന്റെ വിളി ആയതുകൊണ്ടാ. കുറച്ചും കൂടെ വിളിക്കാം, കുറച്ചും കൂടെ തെളിയിക്കാം. ശ്രദ്ധിക്കൂ. മോശയോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ കനാനിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ വിളി എന്തുവാ? കനാനിലേക്ക് ജനത്തെ കൊണ്ടുപോകാനുള്ള വിളി. പ്രകൃതി കൂടെ ആ വിളിയെ സപ്പോർട്ട് ചെയ്യാനായി തുടങ്ങി. അതാ കടല് രണ്ടായത്, അതാണ് യോർദാൻ രണ്ടായത്, അതാണ് കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും വിറച്ചത്. നിന്റെ കോളിംഗ് നിനക്കറിയാമെങ്കിൽ കടല് രണ്ടാകും പ്രാർത്ഥിക്കേണ്ടവനെ. നിങ്ങൾ അതിനെ ആരാധിക്കുന്നില്ല, നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല ഞാൻ പറയുന്നത്. ഞാനിന്ന് പ്രസംഗിക്കുന്ന കുറച്ച് വളർന്ന ആളുകളോടാ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ എൻ്റെ മുമ്പിൽ പ്രശ്നം ഉണ്ടെന്ന്? ആ പ്രശ്നം മാറാനല്ലേ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഞാൻ ആരാന്നും കൂടെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യെസ് ലോർഡ്, ഒരു ഹല്ലേലൂയ പറ. അതാണ് അറിയുന്ന അനുഭവം. മോശയ്ക്ക് അറിയായിരുന്നു, ചെങ്കടൽ എന്റെ മുമ്പിൽ ഒന്നും ചെയ്യത്തില്ല, പർവ്വതങ്ങൾ എന്റെ മുമ്പിൽ ഒന്നും ചെയ്യത്തില്ല, മരുഭൂമി എന്റെ മുമ്പിൽ ഒന്നും ചെയ്യത്തില്ല. മരുഭൂമിയിൽ എനിക്ക് വഴി ഉണ്ടാകാനായി തുടങ്ങും. ഞാൻ ചിലരെ നോക്കിയിട്ട് ദൂത് പറയട്ടെ, നിങ്ങളുടെ കോളിംഗിലേക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കടക്കുകയാ. എങ്കിൽ ഞാൻ അടുത്ത ദൂത് പറയട്ടെ, ചെങ്കടൽ വിഭാഗിക്കാൻ നിങ്ങൾക്കൊരു അധ്വാനം വേണ്ട. ഇനി ഞാൻ പറയുന്ന വാക്ക് ചോദിച്ചോണം. ജനത്തോട് ദൈവം പറഞ്ഞില്ല മുന്നോട്ട് പോകാൻ, മോശയോട് പറഞ്ഞു നീ മുന്നോട്ട് പോയിക്കോളാൻ.
എന്ന് പറഞ്ഞ വിളിയുള്ളവൻ മുന്നോട്ട് പോയാൽ അതിന് മുമ്പിൽ നിൽക്കുന്ന സകല തടസ്സങ്ങളും Yes, yes. Shabba-ba-ba. ചിലര് പറയുന്നു, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അടുത്ത വാചകം പറയട്ടെ, ആ പ്രശ്നങ്ങൾ നിന്റെ ടെസ്റ്റ് ഡോസ് ആണ്. നീ ആരാന്ന് നീ അറിയാൻ. Oh, thank you, Jesus. പ്രശ്നം വരുമ്പോ താഴാനല്ല, ആ പ്രശ്നം നിന്നോട് പറയുവോ നീ ആരാന്ന് കണ്ടോ, ഈ പ്രശ്നങ്ങൾ എന്താ നിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നത് കണ്ടോ. Yes. It will salute you. Hallelujah. It will salute you. Amen. ഇതിന് എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. Shabba-ba-ba. പ്രശ്നം നിന്റെ വിളി നിനക്ക് അറിയത്തില്ലെന്നാ. Yes. മോശയ്ക്ക് അറിയായിരുന്നു താൻ ആരാന്ന്. തനിക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമായിരുന്നു. വാക്ക് ഇൻ ദ അവയർനെസ്. ഈ സൗരങ്ങളെ നിങ്ങളുടെ മെച്യൂരിറ്റി പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഡോസാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മെച്യൂരിറ്റി, നിങ്ങൾ വളരുന്നു എന്നതിന്റെ പ്രത്യേകത, പ്രശ്നങ്ങളുടെ നടുവിൽ എന്തായി തീരുമോ ആകോ എന്ന് നിങ്ങൾ പറയത്തില്ല. അതിനുശേഷം നീ പറയും, സ്വർഗത്തിലുള്ളവൻ ചിരിക്കുന്നു. Hallelujah. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവന്റെ അവസാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. Rukala. അത് വളരുന്നതിന് ആദ്യ പടിയാണ്. അവിടെ ആ ദർശനങ്ങളും സ്വപ്നങ്ങളും നിൽക്കുന്നത്. ഒരു ഹല്ലേലൂയ പറ. Hallelujah. സ്വപ്നങ്ങൾ ദൈവം തരുന്നത്, ദർശനങ്ങൾ ദൈവം തരുന്നത്. ഒരു കോൺവെർസേഷൻ ആരംഭിക്കുക. Amen. ആ പ്രശ്നങ്ങളിൽ നിനക്ക് മനസ്സിലാവുക, ഓ ആ മോളോട് ചോദിച്ചു നോക്കി അവളുടെ കാലം എന്തായി തീരുന്നു, അവളിപ്പോ പറയും. Thank you, Jesus. Thank you, Lord. അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കർത്താവ് പറയും അവളെ കൈവച്ച് തലേ കൈവച്ച് കാലി കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അതിന്റെ അർത്ഥം ദൈവത്തിന് ഒരാളെ ആവശ്യമുണ്ട്. ആ കാല് Yes, yes, yes. come on, കൈ അടിച്ചു ആമേൻ പറ. Hallelujah. ഇനി ആ മോളോട് പറയണോ ദൈവം മോളെ സൗഖ്യമാക്കും? ആ മോളുടെ അകത്തൊരു കൺഫ്യൂഷൻ ഇല്ല, കാരണം അവളെ വളഞ്ഞ കൈ നിവർന്നു. അവൾക്കൊരു കാര്യം അറിയാം, ഈ വിരല് നിവരുന്ന പോലെ ഉള്ളൂ ഈ കാല് നിവരുന്നതും. Hallelujah. Thank you, Jesus. അകത്തറിയാം. Amen. നോക്ക, അതാ ആത്മീയതയുടെ ശിശുത്വം വിടുവോ? Shabba-ba-ba. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ള സ്ഥിതി വിടുവോ? പകരം അവളും ദൈവം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക, Ruba-ba-ba-ba-ba-ba. അടുത്ത ലെവലിലേക്ക് വരുവോ, മനസ്സിലായി നടക്കുവോ. Shika-ba-ba-ba-ba-ba. Shika-ba-ba-ba-ba-ba. നിങ്ങൾ ദൈവത്താൽ നയിക്കപ്പെടുന്നതിലേക്ക് കയറുന്നതാണ് മച്യൂരിറ്റിയിലേക്ക് കയറുക എന്ന് പറയുന്നത്. Amen. Hallelujah. Amen, Appa. കൈ അടിച്ചൊരു നല്ല ഹല്ലേലൂയ പറ. നിങ്ങൾക്കൊരു നല്ല ആമേൻ പറയാവോ? Amen. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കുറച്ചും കൂടി ഡീപ്പായി പറഞ്ഞേ ഉള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ ഇടയൻ. ഞാനാണ് ആടുകളുടെ വാതിലൂടെ കടക്കുന്നവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ അവയ്ക്ക് മുമ്പായി പോകുന്നു. നിങ്ങൾ ആ വാചകം ഒന്ന് വായിക്കാൻ. തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയതിന് ശേഷം അവൻ അവർക്ക് മുമ്പേ നടക്കുന്നു. നിങ്ങൾ 5-6 പേരൊന്ന് വരാവും. ഒരാൾ വാതിലായേ, നിങ്ങളിന്ന് വാതിലായേ. നിങ്ങൾ 5-6 പേര് അവിടെ നിന്നേ. ഒരു 2 പേരും കൂടെ വന്നേ, കുറച്ചും കൂടെ മുന്നോട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനാണ് ഇടയൻ, ഇത് വാതിൽ. ഞാൻ ഇവരെ എന്ത് ചെയ്യുവോ? തൊഴുത്തിനകത്തേക്ക് കൊണ്ടുവരുവോ? ആരെയാ? ഇവരെ കൊണ്ടുവരുവോ? ഇവരെന്റെ ശബ്ദം കേട്ട് ഇവരെന്നെ അനുഗമിക്കാൻ തുടങ്ങുവോ? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടു നടക്കാവാ. ഞാനാണ് ഇവരെ നടത്തുന്നത്. കമോൺ, കൈ അടിച്ചൊരു നല്ല ആമേൻ പറ. ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകുവോ? Hallelujah. ശ്രദ്ധിക്കൂ, Jesus. that is the beginning of the Christianity. ദൈവശബ്ദം കേക്ക് തുടങ്ങുന്നതാണ് ആദ്യത്തെ ക്രിസ്തീയ ജീവിതം.
അവിടെ ആ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നേ. Thank you, Jesus. നിങ്ങളെന്താ കൈയടിക്കാതെ ആമേൻ പറയാത്തെ? Hallelujah. മനസ്സിലാകുന്നോ? ഒരു നല്ല ആമേൻ പറ. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? കൈവച്ചോടാ മോനെ. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ടോ, ഇടയൻ അവരെ നടത്തുന്ന നിലവാരമാണ്. ഞാൻ അടുത്തൊരു നിലവാരം കൂടെ പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ആർക്കെങ്കിലും വേണമെങ്കിൽ ചാടി പിടിച്ചോണേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട് യേശു കർത്താവ് അതിൽ നിന്ന് നേരെ 10:9 വന്നു. 10:9 വന്നു. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ശ്രദ്ധിച്ചോണേ. അടുത്ത വാചകം, യേശു അവിടെ ഇല്ല, അവൻ അകത്ത് വരും, അവൻ പുറത്തു പോകും. Amen. മനസ്സിലായോ പറഞ്ഞേ? ആദ്യം യേശു അവരെ അകത്ത് കൊണ്ടുപോയി, അവരെ പുറത്തു കൊണ്ടുപോയി. ഇപ്പൊ അതല്ല കർത്താവ് പറഞ്ഞേ, അവൻ അകത്ത് വരും, അവൻ പുറത്തു പോകുമെന്ന. അതേത് നിലവാര? അതാ ഏലിയാവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും കാറ്റും ഇനി ഉണ്ടാകത്തില്ല. അതേതാ? യേശുവും അവനും ഒന്നാണ്. ഞാൻ പറയുന്നത് നടക്കൂ. ഞങ്ങൾ രണ്ടല്ല, ഒന്നാണ്. ചിലർ അതിലേക്ക് കയറുക. ശമൂവേൽ പറഞ്ഞ ഒരു വാക്കുപോലും തെറ്റിപ്പോയില്ലെന്ന് എന്ന് പറഞ്ഞാൽ അവനും ദൈവം ഒന്നാ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സും ദൈവത്തിന്റെ മനസ്സും ഒന്നാണ്. പത്രോസ് പറയുവാ, എന്നോടും പരിശുദ്ധാത്മാവിനോടും കള്ളം പറയാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന്. പൗലോസ് പറയുവാ, കുറച്ചു നേരത്തേക്ക് നീ കണ്ണില്ലാത്തവനായി നടക്കുന്ന. ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നേ? പൗലോസ് പറയല്ല, എന്റെ ഇഷ്ടമാണ് കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഞാൻ ചെയ്യുന്നതാണ് കർത്താവ് ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. സഭയോടൊരു ദൂത് പറയട്ടെ, നിങ്ങളിൽ ചിലരെ ദൈവമായി നടക്കുകയല്ല, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ പോവാ. ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. വേർപിരിക്കാൻ കഴിയാത്ത ശബ്ദമായി നിങ്ങൾ മാറാൻ പോവാ. നിങ്ങളൊരു ശബ്ദം പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെയും കർത്താവിനെയും വേർതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല. Come on, hallelujah, hallelujah. Shira la ya tarakaba. ഞാൻ മിനിഞ്ഞാന്ന് ദുബായിലായിരുന്നു. വ്യാഴാഴ്ച ദുബായ് ഗവൺമെന്റ് മഴ, അതികഠിനമായ മഴ പ്രഖ്യാപിച്ചു. ചർച്ചിലെ ആളുകൾ വിളിച്ചു ചോദിച്ചു, സന്നാഹങ്ങൾ ലീവ് കൊടുത്തിരിക്കുക ഗവൺമെന്റ്. ഞാനും സോളിയും കൂടെ രാവിലെ എന്നിട്ട് ഫോണിൽ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് മഴ പെയ്യാവും. മീറ്റിംഗ് കഴിഞ്ഞിട്ടേ മഴ പെയ്തുള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ പറഞ്ഞു, നേരം വെളുത്തിട്ട് ഞാനങ്ങ് എയർപോർട്ടിൽ വന്നിട്ടേ വെള്ളം പൊങ്ങാവൂ. എയർപോർട്ടിൽ വന്നതിന് ശേഷം വെള്ളം പൊങ്ങി. 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയവരൊന്നും എയർപോർട്ടിൽ വന്നില്ല, കാരണം വെള്ളം പൊങ്ങി. സീരിയസ്ലി. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എയർപോർട്ടിൽ പോയിട്ടേ വെള്ളം പൊങ്ങാവൂന്ന് പറയാതെ ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ടേ മഴ പെയ്യാവൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ആരും ഇല്ല എൻ്റെ കൂടെ, ഒരു ഹല്ലേലൂയ പറയാനില്ല. നീ പറയുന്നത് ദൈവം പറയുന്നതിന് തുല്യമാകുന്ന കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ചിലര് ഈ മാസങ്ങളിൽ അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തുകയാ. നിങ്ങൾ അറിയേണ്ടത്, ഒരിക്കൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരാൾക്ക് അടുത്ത ആ നിലവാരത്തിലേക്ക് വരാനായി കഴിയത്തുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും ആഴത്തിൽ ഇത് പഠിപ്പിക്കാം. ഇപ്പൊ എനിക്ക് കഴിയത്തില്ല. കാരണം ഇപ്പോ
ഇപ്പോഴത്തെ നിലവാരം എന്റെ പുറകെ അനുഗമിക്കുന്ന ഒരു നിലവാരമോ? യേശു പറയുന്നതിന്റെ പുറകെ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്ന അനുഭവത്തില് ഇപ്പൊ സഭ നിൽക്കുന്നേ. നിങ്ങൾ എത്ര പേര് സ്വപ്നം കാണുന്നവരുണ്ട്? നിങ്ങൾ നോക്കിയേ, ദർശനം കാണുന്ന എത്ര പേരുണ്ട്? എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളെ ദൈവത്താൽ നയിക്കപ്പെടാൻ തുടങ്ങുക. ഞാനിന്ന് 34ാമത്തെ ദിവസമോ ഫാസ്റ്റിംഗ് ആയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞാടാ, ഇത് സഭയിൽ വരുന്നത് വരെ ഉപവസിക്കാനാ. എനിക്ക് സന്തോഷമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സഭയിൽ എല്ലാവരും വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. 10 പേരല്ല കേട്ടോ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. എന്നോട് കർത്താവ് പറഞ്ഞത്, നീ ഫാസ്റ്റിംഗ് കഴിയേക്കാൾ മുമ്പ്, നെക്സ്റ്റ് സൺഡേക്ക് മുമ്പ് അസാധാരണമായി എന്തൊക്കെയോ സംഭവിക്കും ഇതിനകത്ത്. നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധരായ സകലരും, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ദൈവമക്കളായ സകലരും, വിശുദ്ധനായ സകലരും ദൈവത്താൽ നയിക്കപ്പെട്ടവരായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്താലല്ല നയിക്കപ്പെടുന്ന, പാസ്റ്റർമാരല്ല നയിക്കപ്പെടുന്നേ. യെശയ്യാവ് പറയുന്നു കേട്ടോ, 48:17, ഇസ്രായേലിന്റെ പരിശുദ്ധനും തന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ തന്നെ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ ഇനി ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ദൂത് എടുക്കാം കേട്ടോ. This is what the Lord, your Redeemer, the Holy One of Israel says. അടുത്ത വാക്ക്, I am the Lord your God. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. Who teaches you to profit, benefit. God is going to teach you profit. Benefit. God teach you എന്ന് എഴുതിയിരിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയോ? ട്രെയിൻ യു എന്നാണ്, അഭ്യസിപ്പിക്കുമെന്ന്. സ്പിരിച്വലി നിങ്ങളെ പ്രോഫിറ്റ്ഫുൾ ആയി ദൈവം നിങ്ങളെ അഭ്യസിപ്പിക്കാൻ പോകുകയാണെന്ന്. നിങ്ങളുടെ കയ്യടി കെട്ടിയിട്ട് ഞാൻ പ്രസംഗിക്കണോ വേണ്ടെന്ന് എനിക്കൊരു സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ചിലരെ ആത്മീയമായ അടുത്തൊരു നിലവാരത്തിൽ ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കുവാൻ പോകുകയാണ്, ലാഭകരമാക്കുവാൻ പോകുന്നു. ഞാൻ അതിനകത്ത് കുറച്ച് ഭൗതിക ദൂത് പറയരുത്, ഭൗതിക ദൂതല്ല, ആത്മീയ ദൂത്. എങ്കിലും 2 ഭൗതികമായി പറഞ്ഞോട്ടെ. നിങ്ങളിൽ ചിലർക്ക് പുതിയ ലാഭകരമായ ബിസിനസ്സുകൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ് ലോസ് ആയി കിടക്കുന്നിടത്ത് അതിശക്തമായ ഒരു ഗ്രാഫ് ഉണ്ടാകാൻ പോകുന്നു. എവിടെയാണോ ഇടിഞ്ഞു കിടന്നത് അവിടെ ഉയർന്നു വരാൻ പോകുന്നു. പ്രോഫിറ്റ് ഉണ്ടാകും, ബെനിഫിറ്റുകൾ ഉണ്ടാകും. ഞാൻ ആത്മീയമായി നിൽക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ബെനിഫിറ്റുകൾ വർദ്ധിക്കാൻ പോവാ. നീ ചിന്തിക്കാത്ത വഴിയിൽ നിന്ന് നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാകും. ചന്ദ്രൻ ബ്രദർ, ഇതുവരെ ഇല്ലാത്ത ചില ബെനിഫിറ്റുകൾ വരാൻ പോവാ. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നീ ബെനിഫിറ്റിന് വേണ്ടി നിൽക്കണ്ട. ലിസൺ ടു ഹിം. അവൻ അഭ്യസിക്കുന്ന വഴിയിൽ പോയാൽ ബെനിഫിറ്റുകൾ നിന്റെ കൂടെ വരുമെന്നോ. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എത്ര പേര് വിചാരിക്കുന്നുണ്ട് ഇന്നു മുതൽ ഞാൻ പ്രോഫിറ്റിലേക്ക് കടക്കുമെന്ന്? നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുക, നിങ്ങളിൽ ചിലര് പ്രോഫിറ്റിലേക്ക് കയറാൻ പോവാ, ചിലര് ബെനിഫിറ്റുകൾ അനുഭവിക്കാൻ പോവാ. ഞാൻ ഒരിക്കലും ഈ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടുമെന്ന് വിചാരിച്ചല്ല. നമ്മുടെ ജാക്കുലിൻ സോസ് മേടിച്ചു തന്ന ഒരു നല്ല ആമേൻ പറയാം, ഒരു നല്ല ഹല്ലേലൂയ പറ. There is also benefit. ഇത് ചുമ്മാ വരുവോ? ആമേൻ. ഞാൻ ചെയ്തത് കർത്താവിനെ പ്രസംഗിക്കുക.
പക്ഷെ പുറകെ വന്നത് ബെനിഫിറ്റുകളാണ്. Thank you, Jesus. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? ദൈവം നിന്നെ ബെനിഫിറ്റ്ഫുൾ ആക്കുമെന്ന്. Yes. അതുകൊണ്ട് ഇതിനു വേണ്ടി ശുശ്രൂഷിക്കണ്ട, നീ ശുശ്രൂഷിച്ചാൽ മതി, ബെനിഫിറ്റ് വന്നോളും. Amen. 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 പേടിച്ച് വന്നിട്ട് ഒരു ദിവസം ഇടായിരിക്കുന്നത് മോശമല്ലേ? നിങ്ങളൊരു ആമേൻ പറയാത്തത് എന്താ? നിങ്ങൾ അടുത്ത വാചകം കൂടെ ശ്രദ്ധിക്കോ. അടുത്ത, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചിട്ട് നിങ്ങൾ കൊള്ളാൻ വരുന്നു, നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കും, നിന്നുകൊണ്ടെന്ന് കേട്ടെ. Then oh that you had paid attention to my commandments. എൻ്റെ കമാൻഡ്സിന് നിങ്ങൾ അറ്റൻഷൻ കൊടുത്ത. സത്യത്തിൽ കമാൻഡ് എന്ന് എഴുതിയിരിക്കുന്ന വാചകത്തിന് അവൻ്റെ ശബ്ദം എന്ന് എഴുതിയിരിക്കുന്നത്. Thank you. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ അവൻ്റെ ശബ്ദത്തിന് നീ അറ്റൻഷൻ കൊടുത്താൽ. ശബ്ദത്തിന് attention കൊടുക്കുക. ബ്രദറെ കുറേ ദിവസമായിട്ട് സ്വപ്നമാണ്, പ്രസംഗമാണ്, സ്വപ്നമാണ്, ദർശനമാണ്. നിന്നെ സ്വപ്നവും ദർശനവും പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം അവന്റെ ശബ്ദം കേൾക്കാൻ പഠിപ്പിക്കുക, Amen. അവന്റെ ഭാഷ പഠിപ്പിക്കുക. Amen. എന്തിനാ അവന്റെ ഭാഷ പഠിപ്പിക്കുന്നത്? നെക്സ്റ്റ് വേർഡ് ശ്രദ്ധിക്കൂ. യുവർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി വുഡ് ഹാവ് ബീൻ ലൈക്ക് എ റിവർ. നദി പോലെ സമാധാനം ഒഴുകുമെന്ന്. Hallelujah. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഷാലോം, ഷാലോം എന്നാണ്. ഷാലോം എന്നൊരു വേർഡ് ഉപയോഗിച്ചെങ്കിൽ പീസ് എന്ന് മാത്രം പറയാം. ഷാലോം, ഷാലോം എന്ന് പറഞ്ഞാൽ 5 അർത്ഥമാണ്. ഒന്ന് പറഞ്ഞ സമാധാനം ഒഴുകാൻ തുടങ്ങും, 2 സമൃദ്ധി ഒഴുകാൻ തുടങ്ങും. അത് എങ്ങനെ ഒഴുകാൻ തുടങ്ങും? നദി പോലെ ഒഴുകാൻ തുടങ്ങും. Amen. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുവാ. ഈ മാർച്ച് ഏപ്രിൽ ഇയർ എൻഡിങ് സീസണാ, ഇയർ എൻഡിങ് ടൈമാ. പക്ഷേ നിങ്ങളോടുള്ള ദൂത്, നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഒഴുകും, നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി ഒഴുകും. Hallelujah. ഒഴുകുന്നത് നദി പോലെ ഒഴുകും, Hallelujah. നദി പോലെ ഒഴുകും. Hallelujah. ഒരു സമൃദ്ധി. Yes. Thank you, Jesus. അനുഗ്രഹം വരുന്ന വഴി അവനെ കേൾക്കുന്ന വഴിയാ. Yes. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. Thank you. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? സങ്കീർത്തനം പറയുവാ 32:8, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ഐ വിൽ ഇൻസ്ട്രക്ട് യു, ടീച്ച് യു ആൻഡ് ടീച്ച് യു ഇൻ ദ വേ യു ഷുഡ് ഗോ. നീ പോകേണ്ടുന്ന വഴി പറഞ്ഞു തരും. അതെങ്ങനെയാ പോകേണ്ടുന്ന വഴി കർത്താവ് പറഞ്ഞു തരുന്നത്? ഞാൻ ഈ പറയുന്നത് വിവാദം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം, പക്ഷേ വിവാദം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബൈബിളിലെ വാക്യങ്ങൾക്ക്, എല്ലാ ബൈബിളിലെ വാക്യങ്ങൾക്ക് മാത്രം ചിലത് നമ്മളെ നടത്താൻ പറ്റത്തില്ല. വിവാദം ഉണ്ടാവുന്ന വാചകമാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേട്ടാലേ എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു മനസ്സിലാവുള്ളൂ. ഒരു സിസ്റ്ററെ ഞാൻ നോക്കി, ആ സിസ്റ്ററിന് മേലുള്ള ഭൂതം ഏതാന്ന് ബൈബിളിന് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. പറ്റുമോ തോളി? ഞാൻ എൻ്റെ മുമ്പിൽ 2 ജോലി വന്നു, ആ ജോലിയിൽ ഏതാ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ബൈബിളിന് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. എൻ്റെ ഉള്ളിലുള്ള ഡിസേൺമെന്റാ പറഞ്ഞു തരേണ്ടത്, ബോധ്യമാ, ആത്മാവാ പറഞ്ഞു തരേണ്ടത്. 2 നല്ല സുന്ദരക്കുട്ടന്മാര് ചെറുക്കന്മാര് വന്നു, ഏത് ചെറുക്കനെ തെരഞ്ഞെടുക്കണം എന്ന് അറിയാൻ വയ്യ. അത് ബൈബിളിൽ പറഞ്ഞുതരാൻ ഒക്കത്തില്ല. നിങ്ങളൊന്നും മിണ്ടാത്തേ? ആണെന്നോ? അതിനാര് വേണം നിങ്ങളെ? അതിന് വേണ്ടത് ഞാൻ നിങ്ങളെ, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഞാൻ നിന്നെ ഉപദേശിക്കും, എങ്ങോട്ടാ പോകേണ്ടത് ഞാൻ പറഞ്ഞു തരുമെന്നാ. നിങ്ങളെന്റെ കൂടെ എത്തിയെങ്കിൽ നല്ല ഹല്ലേലൂയ പറ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു നടപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് വേണ്ടത് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ എന്നിവയാണ്. നിങ്ങളുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഈ ഇടത്തോട്ട വലത്തോട്ട, നീ തിരിയാൻ പറയും. ആരെങ്കിലും എന്നെ റിസീവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ റിസീവ് ചെയ്തോ. ഈ പകൽ ചിലരെ അതിലേക്ക് കയറുകയാ. ഇനി അടുത്തത് കുറച്ച് 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 വളരുന്നു എന്ന് തോന്നുന്നവർക്കുള്ള സാധനമാണ്. നെക്സ്റ്റ് വേർഡ്, ഐ വിൽ കൗൺസിൽ യു വിത്ത് മൈ ഐ അപ്പോൺ യു. I will counsel you. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടപ്പോ, വെളിപ്പാടുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം.
you are entering a counseling board. Yes. നീ ഒരു ആലോചന സഭയ്ക്കകത്തേക്ക് കയറുക. Ruba Shaka. നിങ്ങൾ ഒരു 4 പേര് വരാവോ, 4 കസേര എടുക്കാവും, എന്നിട്ട് വട്ടത്തിൽ നിന്നിടാവോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇതെന്താന്ന്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ആ അഭിഷേകം വ്യാപരിക്കാൻ പോവുക കേട്ടോ. ഞാൻ ഇതിനെ വിളിക്കും ഗോഡ്ലി കൗൺസിൽ, ദൈവത്തിന്റെ സ്വർഗീയമായ കൗൺസിൽ എന്ന് വിളിക്കും. ഒരാളും കൂടെ വരാം, സോളിങ് വരാം. കം സോളി എവിടെ ഇരുന്നേ, ജോയിൻ നമ്മൾ പോവാം. ഒരാൾ സ്വപ്നങ്ങൾ കാണുകയാണ്. സത്യത്തിൽ സംഭവിക്കുന്നത് പിതാവാം ദൈവവും ഈ വ്യക്തിയും തമ്മിൽ കണക്ട്, അല്ലെ പരിശുദ്ധാത്മാവും ഈ വ്യക്തിയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുക. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ഇയാൾ ഇതിലേക്ക് സംസാരിച്ചു തുടങ്ങിയാൽ അടുത്തത് ഇയാളെ ദൈവം ഈ കൗൺസിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി തുടങ്ങും. സ്വർഗത്തിൽ ഒരു ആലോചന കൂട്ടമുണ്ട്. സ്വർഗത്തിൽ ഒരു ആലോചന കൂട്ടമുണ്ട്. ജോയിന്റെ മോള് ഈ വർഷം എന്ത് ചെയ്യണമെന്ന് ആ സ്വർഗത്തിലെ പ്ലാനാ തീരുമാനിക്കുന്നേ. ഇത് പറഞ്ഞപ്പോ കട്ടിയായി പോയി. സിമ്പിളാക്കാം, സിമ്പിളാക്കട്ടെ. വേണോ നിങ്ങൾക്ക്? ഒരു നല്ല ഹല്ലേലൂയ പറ. ജോയിനവാ. ഇവളെ യേശുവിനെ സ്വീകരിച്ചു. നിങ്ങൾ എഴുന്നേറ്റോ, എഴുന്നേറ്റോ. ഇവളെ യേശുവിനെ സ്വീകരിച്ചു. ഇവൾക്കുണ്ടായ ആദ്യത്തെ കാര്യം അറിയോ? പരിശുദ്ധാത്മാവ് ഉള്ളുള്ളി വന്നു. ഫോർ വാട്ട്? അവിടെ എഴുതിയിരിക്കുന്ന വണ്ടർഫുൾ കൗൺസിലർ എന്നാ. എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇവളെ ദൈവം ആലോചനയിൽ നടത്താൻ തുടങ്ങും. അത് പ്രിലിമിനറി ലെവൽ, ആദ്യത്തെ ലെവൽ. അയ്യടാ, കയ്യടി കേട്ടാലും കൊള്ളാം. അടുത്ത ലെവല് പറയട്ടെ. ഈ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നതിനെയാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും എന്ന് പറയുന്ന ഡോർ. അപ്പൊ സ്വപ്നങ്ങളും ദർശനങ്ങളും എന്ന് പറയുന്നത് ആദ്യത്തെ കൗൺസിൽ ബോർഡിലേക്ക് നിങ്ങൾ കയറിയ ലക്ഷണമാണ്. ആലോചന സഭയിലേക്ക് കയറിയ ലക്ഷണമോ? അല്ലാതെ ആപ്പിള് മുന്തിരിയും കണ്ടതല്ല. അടുത്തത് ഇയാൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രിങ് ഏഞ്ചൽ ഉണ്ട്. ശുശ്രൂഷിക്കാൻ തുടങ്ങുന്ന ആളുടെ കൂടെ ഒരു ഏഞ്ചലിക്ക് മിനിസ്ട്രിങ് ഏഞ്ചൽ വ്യാപരിക്കാൻ തുടങ്ങും. തെളിയിക്കാം, ശ്രദ്ധിക്കൂ. ഏലിയാവ് 1-ാം അധ്യായം, രാജാക്കന്മാരുടെ ദിവസം 1-ാം അധ്യായം, മലമുകളിൽ ഇരിക്കുമ്പോൾ രാജാവ് 50 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ വിട്ടു. ഏലിയാവ് പറഞ്ഞു, തീ ഇറങ്ങട്ടെ. ആളുകൾ ദഹിച്ചു പോയി. അടുത്ത കൂട്ടത്തെ വിട്ടു, തീ ഇറങ്ങട്ടെ. അടുത്ത കൂട്ടം ദഹിച്ചു പോയി. അടുത്ത കൂട്ടം വന്നപ്പോ കൂടെ നിന്ന ദൂതൻ പറഞ്ഞു, നീ പൊയ്ക്കോ അവന്റെ കൂടെ നിന്ന്. നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല. ഏലിയാവിന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷെ ഇപ്പൊ ആത്മാവല്ല പറഞ്ഞത്, കൂടെ നിൽക്കുന്ന എന്ന് പറഞ്ഞ എന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്നെ കൗൺസിലിലേക്ക് നടത്തും. പക്ഷെ ഇപ്പോ ഒരു സ്വർഗീയ കക്ഷിയും കൂടെ ഉണ്ട്. അതെന്റെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങുവോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ആള് ഇനി അടുത്തത് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് വിശുദ്ധന്മാരുടെ ഒരു കൗൺസിൽ ബോർഡുണ്ട്, അവിടേക്ക് കൊണ്ടുപോകും. അതിനെ ഞങ്ങൾ വിളിക്കും സന്നദ്ധി സംഘം എന്ന് വിളിക്കും, മൂപ്പന്മാരെന്ന് വിളിക്കും അതിനെ. ഞാനിത് ആദ്യം കേട്ടത് ബ്രദർ ദിനകരൻ പ്രസംഗിച്ചപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ വർഷവും ആരംഭത്തിൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും ദൈവം. എന്നിട്ട് ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ നിർത്തും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കും. എന്നിട്ട് പറയും, ഇന്നതൊക്കെയാണ് ഈ വർഷം നീ ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ കയ്യിൽ താഴെ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ തിരിച്ചു വരും. എനിക്കിത് കേട്ടപ്പോൾ പറഞ്ഞു, ഇതൊരു കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് ഇപ്പൊ കഥയല്ല, ആ കഥയുടെ കാലഘട്ടം മാറി.
സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണെ, പരിശുദ്ധാത്മാവിനെ തന്നത് ഞാൻ നിന്നോട് കൗൺസിൽ ചെയ്യേണ്ടതിനാ. പക്ഷെ അടുത്തത് ദൂതന്മാർ വന്നത് ആ ബോർഡിനകത്തേക്ക് കയറിയതാ. പക്ഷെ ഇനിയൊരു അപ്ലിഫ്റ്റ് ഉണ്ട്, സന്നദ്ധ സംഘം അല്ലെങ്കിൽ ഇരു മൂപ്പന്മാർ അതിന്റെ നടുവിലേക്കാ. ഇത് എല്ലാവർക്കും വേണ്ട സാധനമല്ല. ഞാനിത് ലീഡേഴ്സ് മീറ്റിംഗിൽ കുറച്ചും കൂടെ ആഴത്തിൽ പഠിപ്പിക്കാം. അതേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? When you started to see visions and dreams, that means you are getting into the council board. സ്വർഗീയ ആലോചന സംഘത്തിനകത്തേക്ക് കേറാൻ തുടങ്ങിയതിന്റെ ലക്ഷണമാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും എന്ന് പറയുന്നത്. ദൈവം നിന്നോട് സംസാരിച്ചു തുടങ്ങുക. ചെറുതായി അതിനെ കാണരുത്. നിങ്ങളൊരു ഹല്ലേലൂയ പറയാത്ത എന്താ? ഒന്ന് കൈയടിക്കാത്ത എന്താ? ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കർത്താവിനോട് ചോദിക്കണം, I want to talk to you. Amen. I want to speak to you. Yes. Lord, please talk to me. Thank you, Jesus. Please talk to me. Yes. Para. It will change your whole situations. Hallelujah. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? ഡീപ്പറായി പോകണമെങ്കിൽ 3-4 വാക്യം കൂടെ വായിക്കണം. നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദിവസം മുതൽ പരിശുദ്ധാത്മാവ് ഒരു കൗൺസിലറായി എൻ്റെ അടുക്കലുണ്ട്. ആലോചന പറഞ്ഞു തന്ന് വഴി നടത്താൻ. നിങ്ങൾ അതിൽ വളരുമ്പോഴാ അടുത്ത ലെവൽ വരുന്നത്. ഞാൻ ഈ വിത്തിടുന്ന എന്തിനാണെന്നറിയോ? ചിലരുടെ ഉള്ളിൽ ആഗ്രഹമെങ്കിലും എഴുന്നേക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുന്നോ? എനിക്ക് അങ്ങോട്ട് കയറണം കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലൊരു വിങ്ങൽ വരുന്ന കരങ്ങൾ ഉയർത്തിക്ക്. ഒന്ന് എഴുന്നേറ്റ് തന്നെ, എന്നിട്ട് പറഞ്ഞേ, അപ്പാ എനിക്ക് അവിടേക്ക് കയറണം കർത്താവേ. പറ. ഒരു വലിയ ജനറേഷൻ അതിലേക്ക് വരികയാ. ഞാൻ ചോദിച്ചു, കർത്താവേ, അത് ദിനകരനെ പോലെ വലിയ നേതാക്കന്മാർക്കുള്ളതല്ലേ? സ്വർഗം പറഞ്ഞു, അല്ല. ആരാണ് പരിശുദ്ധാത്മാവിന്റെ കൗൺസിൽ ശരിയായി അനുസരിക്കുന്നത്, അവരെ അടുത്ത പടിയിലേക്ക് ഞാൻ കൊണ്ടുവരും. നിങ്ങളെ ദൈവം അതിലേക്ക് നടത്തുകയാ ചെയ്യുന്നേ. ഇനി അടുത്ത വാചകം നിങ്ങൾക്ക് ഞാൻ വാക്യങ്ങൾ വായിക്കാതെ പറയുക, ശ്രദ്ധിച്ചോണേ. ഒന്ന്, കൗൺസിൽ, പരിശുദ്ധാത്മാവിന്റെ കൗൺസിൽ എനിക്ക് തരും. പിന്നീട് ആ കൗൺസിൽ ബോർഡിനകത്തേക്ക് എന്നെ കൊണ്ടുവരും, ആലോചന കൂട്ടത്തിനകത്തേക്ക്. അവിടെ വെച്ച് ദൈവം വ്യക്തിപരമായി വ്യക്തികളോട് ഉടമ്പടികൾ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഡീപ്പറായ കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നു? ദൈവം ഓരോരുത്തരെയും ഓരോ പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. ഓരോരുത്തരോടും ദൈവം ഇടപെടുന്നത് ഓരോ വിധത്തിലാണ്. ഓരോരുത്തരോടും ദൈവം ഓരോ ഉടമ്പടികൾ വെക്കും. ഇറ്റ് ഈസ് പേഴ്സണൽ. എനിക്ക് എൻ്റെ ഉടമ്പടി നിന്നോട് പറയാൻ പറ്റില്ല, നിന്റെ ഉടമ്പടി എന്നോട് പറയാൻ പറ്റില്ല. കോമൺ ആയ വേദപുസ്തകത്തിലെ ഉടമ്പടികളുണ്ട്, പക്ഷെ പേഴ്സണൽ ഉടമ്പടികളുണ്ട്. എന്ന് പറഞ്ഞ ദാറ്റ് ഈസ് ഹയർ ലെവൽസ്. അങ്ങനെയുള്ള ആളുകളെ പിന്നെ അവന്റെ കണ്ണ് അവരുടെ മേൽ ഇങ്ങനെ ഇരിക്കും. They are so special. Thank you. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പോലീസ് എസ്കോർട്ട് വരാതെ? നിങ്ങൾ പോകുമ്പോഴെന്താ എസ്കോർട്ട് വരാതെ? ഞാൻ ഇവിടുത്തെ നല്ലൊരു പാസ്റ്റർ, എന്നിട്ട് എനിക്ക് എന്താ എസ്കോർട്ട് വരാതെ? ഞാൻ പാർലമെന്റിലെ മെമ്പർ അല്ല. പാർലമെന്റിലെ മെമ്പർ എന്ന് മാത്രമല്ല, അതിനകത്ത് കുറച്ച് ഉയർന്ന പൊസിഷൻ എനിക്കില്ല. MLA-യോ MP-യോ അല്ലെങ്കിൽ മന്ത്രിയോ ആ പൊസിഷൻ എനിക്കില്ല. ആ പൊസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ട, എനിക്ക് എസ്കോർട്ട് വരാനായി തുടങ്ങും. എൻ്റെ പൊസിഷൻ തീരുമാനിക്കും ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എനിക്ക് വേണമെന്ന്. ഇരുന്നോളെ. ദൈവം എന്നെ പരിപാലിക്കുന്ന വിധത്തിന്റെ ലെവൽസ് എൻ്റെ ആത്മീയ പൊസിഷനോട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്നേ.
ഞാനിതെല്ലാം വാക്യത്തിൽ നിന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ പ്രശ്നം എന്താ അറിയുമോ? ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ചു വഴി നടക്കുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എന്നിട്ട് പറയുവാ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതയും പോലെ ആവല്ലേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കഴുതയും കുതിരയും പോലെ ആവല്ലേ. അടുത്ത അവയെ ചമയങ്ങളും കടിഞ്ഞാണുകളും മുഖപ്പട്ടുകൾ കൊണ്ടും അടക്കി വരുന്നു. അല്ലെങ്കിൽ അവയെ നിനക്ക് സ്വാധീനിക്കാൻ പറ്റത്തില്ല. ഒരാൾ വരാം, വാ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. ഇത് കുറച്ചു നേരത്തിന് കുതിരയോ കഴുതയോ ഏതോ ആണ്. ഇതിനെ സ്വാധീനിക്കണം എന്ത് വേണമെന്ന് പറ. എന്ത് വേണം? അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ലെന്ന്. കാരണം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന്, ബുദ്ധിയില്ലെന്ന്. പറഞ്ഞാൽ മനസ്സിലായില്ലല്ലേ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂന്ന്. അതുകൊണ്ട് ദൈവം അറ്റ കൈക്ക് ഇതിനെ പിടിച്ചേക്കുവാന്ന്, ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ. ഇതിനകത്ത് കോവർ കഴുത ഏതാണോ കുതിര ഏതാണെന്ന് നീ തീരുമാനിച്ചോണം. കഴുതയും കുതിരയല്ല വിഷയം. ദൈവം പറയുവാ, അവയെ നിയന്ത്രിക്കാൻ വേറൊരു മാർഗമില്ല. പക്ഷേ ഞാൻ വില കൊടുത്തു വാങ്ങിയത് ആ കഴുതയും കുതിരയും. പക്ഷെ അതുകൊണ്ട് എനിക്ക് അതിനെ സൂക്ഷിച്ചേ ഒക്കത്തുള്ളൂ, അതിനെ കരുതിയേ ഒക്കത്തുള്ളൂ. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്. അപ്പൊ ബുദ്ധിയുള്ളവരെങ്ങനെയായിരിക്കും? അവർ ആലോചനയാൽ നടക്കപ്പെടുന്നവരായിരിക്കും. ബുദ്ധിയുള്ളവരെങ്ങനെയായിരിക്കും? ഞാനോ ഇദ്ദേഹമോ ബുദ്ധിയില്ലാതെയാ നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ആരാന്നാ പറയുന്നേ? കഴുതയോ കുതിരയോ ആണ്. ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ? പിടിച്ച് നിയന്ത്രിക്കാനേ ഒക്കത്തുള്ളൂ. എന്നെ സീരിയസ് ആയിട്ട് ദൈവം കാണുന്നേ. നമ്മൾ ദർശനങ്ങൾ കാണുന്നില്ല, സ്വപ്നങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് എത്രത്തോളം സീരിയസ് ആണ്. അപ്പോ ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ദൈവം നിങ്ങളെ നിയന്ത്രിക്കുന്ന വിധമാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. ക്ലിയർ? അടുത്തിരിക്കുന്ന വേറെ ആളോട് പറ, ദൈവം നിങ്ങളെ അവന്റെ കൗൺസിൽ ബോർഡിലേക്ക്, സന്നദ്ധ സംഘത്തിലേക്ക്, മൂപ്പന്മാരുടെ ഇടയിലേക്ക്, ആലോചന സഭയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആദ്യ പടിയാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. നിങ്ങൾ ആർത്ത് വിളിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. It's great. Quite big. Hallelujah. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊരു സുനുഗോഗ് ഉണ്ട്, 40 പേര് അടങ്ങുന്നൊരു കൂട്ടായ്മയുണ്ട്. നിങ്ങളുടെ മെയിൻ ലീഡേഴ്സ് എല്ലാം വരും. അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ തുറന്ന് സംസാരിക്കുന്നേ. ഒരു ഹല്ലേലൂയ പറ. Hallelujah. നിങ്ങളെല്ലാവരും വരാത്ത എന്താ? You are not closer to me. എല്ലാ ഹൃദയ രഹസ്യം ഞാൻ അവരോട് സംസാരിക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടില്ല? അതിന്റെ കാരണം നിങ്ങൾ അത്രത്തോളം എന്നോട് ക്ലോസ് അല്ല. എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് സങ്കീർത്തനം 33:18 പറഞ്ഞത്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു. അടുത്ത വാക്ക്, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. അവർ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കും. അവനെ എന്ന് പറഞ്ഞാൽ ദൈവം ആരെയാണോ ആ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവർ ക്ഷാമത്തിലേക്ക് പോകത്തില്ല. പിന്നെ അവർ മരണം അവരെ തൊടത്തില്ല. ഒപ്പം എത്തിയെങ്കിലും നല്ല ഹല്ലേലൂയ പറ. മരണത്തിന് അവനെ സ്വാധീനിക്കാൻ കഴിയത്തില്ല, മരണത്തിന് അവനെ പിടിക്കാൻ പറ്റത്തില്ല. മരണത്തിന്റെ വലയ്ക്കകത്ത് ഒരു കുടുങ്ങത്തില്ല, ദാരിദ്ര്യത്തിന്റെ വലയ്ക്കകത്ത് ഒരു കുടുങ്ങത്തില്ല. അവർ ബിയോണ്ട് ആണ്, അതിന് മുകളിലാണ്. കാരണം ദൈവത്തിന്റെ കണ്ണ് അവരുടെ മേലായിരിക്കുന്നേ. എടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറ, പറഞ്ഞാൽ കേൾക്കുന്നവരെ മാത്രമേ കർത്താവ് നോക്കത്തുള്ളൂ എന്ന് പറ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു.
അനാത്മീയന് ഒന്നും മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ മനസ്സിലാക്കുന്നവർക്കോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവരെ ദൈവത്തിന് നടത്താൻ പറ്റത്തുള്ളൂ. ദൈവം നടത്തുക എന്ന് പറഞ്ഞ ഡോൺജാരി ബ്രദർ തലേ കൈവയ്ക്കുക അല്ല. വ്യക്തിപരമായി നിങ്ങൾ ദൈവത്താൽ നയിക്കപ്പെടുന്നതിനെയാ ദൈവം നടത്തുക എന്ന് പറഞ്ഞ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹാലോലിയ പറഞ്ഞാട്ടെ. അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യൗവക്തനായ പുരുഷനാർ അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി ഞാൻ കാണിച്ചു കൊടുക്കും. അടുത്ത വാക്ക്, അവൻ സുഖത്തോടെ വസിക്കും. സുഖം ഉണ്ടാകുന്നതിന്റെ കാരണം കർത്താവ് പറഞ്ഞ് കേൾക്കുന്നുണ്ടാ. സമൃദ്ധി ഉണ്ടാകുന്നത് കർത്താവ് പറഞ്ഞ് കേൾക്കുന്നുണ്ടാ. അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന അവന്റെ അടുത്ത വാചകം, യഹോവയുടെ സഖിത്വം യഹോവ തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ഇംഗ്ലീഷ് വേർഷൻ, ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് for those who are fear him, and he will let them know his covenant. അപ്പൊ ക്ലോസർ ആയവരുടെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? ആ കവൻസിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഇത് ബൈബിളിലെ കവനന്റിനെ കുറിച്ചല്ല, പേഴ്സണൽ കവനൻസ് ആണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നോ? കുറച്ച് കട്ടിയായി പോയെന്ന് എനിക്കറിയാം. അവിടെ എവിടെയൊക്കെ ചിലർക്ക് മനസ്സിലായി കാണത്തില്ല. കൗൺസിൽ ബോർഡും ആലോചന സഭയൊക്കെ പറഞ്ഞ് എന്താണെന്ന് അതുപോലെ അറിയാതെ പുകയടിച്ചിരുന്നവരും ഇതിനകത്ത് കാണും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവം എന്നെ നടത്തണമെങ്കിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും വേണമെന്ന് മനസ്സിലായി കാണും. ഒരു പ്രാവശ്യം കൂടെ എഴുന്നേറ്റ് കേൾക്കാവോ? വണ്ടർഫുൾ ജീസസ്. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ഓ ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ ശക്തി വേണമപ്പാ, ആത്മാവിൻ അനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ ശക്തി വേണമപ്പാ, വരങ്ങള നിറയണമപ്പാ, കൃപകള നിറയണമപ്പാ, വരങ്ങള നിറയണമപ്പാ, കൃപകള നിറയണമപ്പാ. അപ്പാ 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 അപ്പാ. ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ. ഒരിക്കൽ കൂടെ, ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ ശക്തി വേണമപ്പാ, ആത്മാവിനനുഭവം വേണമപ്പാ, അഭിഷേകത്തിൻ ശക്തി വേണമപ്പാ, ഓ വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ, വരങ്ങളാൽ നിറയണമപ്പാ, കൃപകളാൽ നിറയണമപ്പാ. അപ്പാ 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 അപ്പാ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നോട് അരുളിയോനേ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നോട് അരുളിയോനേ. യൗവനക്ക ദർശനങ്ങൾ കാണുമെന്നും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നും, യൗവനക്ക ദർശനങ്ങൾ കാണുമെന്നും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നും, ഓ അരുളിയോനേ 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 അരുളിയോനേ. സ്തുതിച്ചിടോ സ്തുതിച്ചിടോ എന്നെന്നും ഞാൻ അങ്ങയെ പാടിടും പാടിടും, എന്നെന്നും ഞാൻ അങ്ങയെ സ്തുതിച്ചിടോ
സ്വപ്നങ്ങൾ വേണം അപ്പാ. ഒരിക്കൽ കൂടെ ദർശനങ്ങൾ വേണം അപ്പാ, സ്വപ്നങ്ങൾ വേണം അപ്പാ. ആത്മാവിൻ അനുഭവം ഈ പാട്ട് എത്ര പേര് കാണാതെ പഠിക്കും? ഈ പാട്ടൊന്ന് കാണാതെ പഠിക്കുവോ? സാധിക്കുന്നെങ്കിലും കൂടെ ഒന്ന് പാടി നടക്കുവോ? ദർശനങ്ങൾ വേണം അപ്പാ. ദൈവം നിങ്ങൾക്ക് ദർശനങ്ങൾ തരട്ടെ, സ്വപ്നങ്ങൾ തരട്ടെ, ധാരാളമായ ആത്മാനുഭവങ്ങൾ ഉണ്ടാകട്ടെ.